ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിക്ക് സ്കൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര അസൂയ തോന്നാണ്. കാരണം രേവതി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തു, സച്ചി രേവതിക്ക് സ്കൂട്ടി മേടിച്ചു കൊടുത്തു എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് അകത്ത് വന്നിട്ട് ശ്രുതിനോട് പറയാണ്, കണ്ടില്ലേ നീ സച്ചി രേവതിക്ക് വേണ്ടി ചെയ്തത് കണ്ടില്ലേ, അതുപോലെ രേവതി കണ്ടില്ലേ കാറ് വാങ്ങിച്ചു കൊടുത്തു സച്ചിക്ക്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വർഷയുടെ ശ്രീകാന്തിൻ്റെ കാര്യം. ഇപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് അറിഞ്ഞപ്പോൾ തന്നെ കോടികൾ ചിലവാക്കിയിട്ടായിരിക്കും വർഷയുടെ അച്ഛനും അമ്മയും നമ്മുടെ ശ്രീകാന്തിന് റെസ്റ്റോറൻറ്റ് തുടങ്ങി കൊടുക്കുന്നത്. പക്ഷേ എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൻ്റെ സഹോദരങ്ങൾക്ക് അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. എനിക്കങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടോ? ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കല്ലേ, 14 ലക്ഷം രൂപ കൊടുത്താൽ എനിക്ക് കാനഡയിലേക്ക് പോകാൻ പറ്റും, പക്ഷെ അതുപോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് ശ്രുതി കൊടുക്കേണ്ട കാശ് മുഴുവൻ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി ഞാനല്ലേ കൊടുക്കുന്നത്, അതൊരു സപ്പോർട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എനിക്കൊരു ജോലി കിട്ടാനായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ അവസ്ഥ അറിയാമല്ലോ, അച്ഛൻ ജയിലിലല്ലേ എന്ന് ചോദിക്കുകയാണ്. ശ്രുതിയുടെ അച്ഛൻ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അച്ഛൻ ജയിലിൽ വരാൻ വേണ്ടിയിട്ടല്ലല്ലോ, ശ്രുതിക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ ചോദിക്കുന്നത്. കാശ് കണ്ടിട്ടാണോ ശ്രുതി എന്നെ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ ശ്രുതിക്ക് ലക്ഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ശ്രുതിയുടെ കയ്യിൽ നിന്നൊരു 55 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയ പെണ്ണിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം നമുക്ക്. അതൊന്നും ഇനി പ്രാക്ടിക്കൽ ആയ കാര്യമല്ല, അതൊക്കെ പ്രാക്ടിക്കൽ ആക്കാം, നമുക്ക് ആ പെണ്ണിനെ കണ്ടെത്താമെന്ന് ശ്രുതി പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പോയി അന്വേഷിക്കുകയാണ് കേട്ടോ. നമ്മളെ നീലിമനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു കേസൊക്കെ ഫയൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ട് ഇത്ര ലക്ഷം രൂപ പറ്റിച്ച് ഈ പെണ്ണ് പോയി എന്നുള്ളൊരു കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നീലിമ നാട്ടിലേക്ക് തിരികെ എത്താണ് കേട്ടോ, ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ടാണ് എത്തുന്നത്. അപ്പോൾ സച്ചിയുടെ കാറിലാണ് നീലിമ യാത്ര ചെയ്യുന്നത്. സച്ചിക്കാണെങ്കിൽ നീലിമനെ അറിയില്ല. അങ്ങനെ നല്ലൊരു ബ്യൂട്ടി പാർലറിൽ എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി കൊണ്ടുവന്നാക്കി കൊടുക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അതുവരെ സച്ചിയും നീലിമയും കുറേ നേരം സംസാരിച്ച് നല്ല ഒരു അടുപ്പം അവർ തമ്മിലുണ്ടാവും കേട്ടോ. അതായത് നല്ലൊരു ഫ്രണ്ട്സ് പോലെ ആവും. നീലിമ കാനഡയിലാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചേട്ടൻ കാനഡയിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടിറക്കി കഴിയുമ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത്. ശ്രുതി ഇങ്ങനെ ഫേഷ്യൽ ചെയ്യാനിരിക്കുമ്പോഴാണ് നീലിമനെ കാണുന്നത്. ഇത് ശ്രുതിനെ തട്ടിച്ച് 55 ലക്ഷം രൂപ കൊണ്ടുപോയ നീലിമയാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ശ്രുതിനെ വിളിക്കുകയും പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസൊക്കെ എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നീലിമ 55 ലക്ഷം രൂപ കൊണ്ടുപോയി എന്നുള്ള സത്യം സമ്മതിക്കുകയാണ്. അപ്പോൾ ആ പൈസ കൊടുക്കണം, കേസില്ലാതെ ഈ പൈസ ഇപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേസില്ലാതെ പോകാമെന്ന് പറയണം. അപ്പോൾ നീലിമയ്ക്കാണെങ്കിൽ കാനഡയിലേക്ക് തിരികെ പോകേണ്ടത് കൊണ്ട് തന്നെ നീലിമ 55 ലക്ഷത്തിന് പകരം 60 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാക്ഷി വേണമെന്ന് പറയുമ്പോൾ സച്ചിനെയാണ് വിളിക്കുന്നത് സാക്ഷി ഒപ്പിടാനായിട്ട്. അപ്പോൾ സച്ചി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും സച്ചി പറയും, സച്ചിനോട് നീലിമ പറയുന്നുണ്ട് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ സച്ചി വന്ന് ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയായി 55 ലക്ഷം രൂപ കൊണ്ട് ശ്രുതി തിരികെ കൊടുക്കുന്നില്ല കേട്ടോ, രവിക്ക് തിരികെ കൊടുക്കുന്നില്ല. ആരും അറിയാണ്ട് നമുക്കിത് ബിസിനസ് ചെയ്യാം, എൻ്റെ അച്ഛൻ തന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശ്രുതി കള്ളത്തരം പറഞ്ഞിട്ട് ആ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ബിസിനസ് പരാജയമാവും കേട്ടോ, പൊളിഞ്ഞ് ഇല്ലാതാവും. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നീലിമ തിരികെ വരുമ്പോൾ സച്ചി ഇങ്ങനെ കണ്ടെത്തുന്നുണ്ട് നീലിമയാണ് 55 ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയതെന്ന്. അങ്ങനെ നീലിമനെ ചോദ്യം ചെയ്യുമ്പോൾ സച്ചിനോട് പറയുന്നുണ്ട്, ആ 55 ലക്ഷത്തിന് പകരം 60 ലക്ഷം രൂപ ഞാൻ ശ്രുതിക്കും കൈമാറിയെന്ന് പറയുമ്പോൾ അത് ആദ്യം വിശ്വസിക്കുന്നില്ല. പക്ഷേ വിശ്വസിച്ച് മതിയാവും, പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ കൊടുത്തത്, എനിക്ക് സാക്ഷിയായി ഒപ്പിട്ടതെന്ന് സച്ചിയല്ലേ ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നീലിമനെയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ശ്രുതിനോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനിട്ടായി. 55 ലക്ഷം രൂപ നീലിമ തന്നത് നീ എടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം ശ്രുതി സമ്മതിച്ചില്ല, അതെൻ്റെ അച്ഛൻ തന്നാണെന്നൊക്കെ പറയും. അപ്പോഴാണ് സച്ചിയുടെ കാറിൽ നിന്ന് നീലിമ ഇറങ്ങി വരുന്നത്. എന്നിട്ട് നീലിമ തെളിവൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും 60 ലക്ഷം രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തതെന്ന് പറയുകയാണ്. അവസാനം ശ്രുതിയും സമ്മതിക്കുകയാണ്, 60 ലക്ഷം രൂപ എടുത്തിട്ടാണ് ബിസിനസ് ചെയ്തതെന്നുള്ള കാര്യം. ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതിനോടും. അങ്ങനെ രവി പറഞ്ഞിട്ട്, നിങ്ങളിത് ചെയ്തത് വലിയ ചതിന്, ആ 55 ലക്ഷം 3 പേർക്കും കൂടെ അവകാശപ്പെട്ടതാണ്, നിങ്ങളുടെ പങ്കെടുത്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള പങ്ക് ഇവർക്ക് 2 പേർക്കും എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മുന്നിലും ശ്രുതിയും നാണം കെടുന്നുണ്ട്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.